രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ AICC തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് വൈകിട്ടത്തോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരം ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ, പരാതികൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ AICC നേരിട്ട് ഈ പരാതികൾ അന്വേഷിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ഭാഗമായി മാറ്റി നിർത്താം രാഹുലിനെ എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു. മാത്രവുമല്ല, കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കാം ഒരുപക്ഷെ ആ രീതിയിൽ ഒരു തീരുമാനത്തിലേക്ക് AICC കടന്നിട്ടുണ്ടാവുക. ഡൽഹിയിൽ നിന്ന് സജു തോമസ് ചേരുന്നുണ്ട്. സജു, AICCയുടെ തീരുമാനങ്ങൾ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളെങ്കിലും ആ തീരുമാനങ്ങളെ കുറിച്ചൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതൊന്നുകൂടി വിശദീകരിക്കാമോ? മാത്രമല്ല, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവിടെയുണ്ട്, MP-മാർ അവിടെയുണ്ട്. പ്രതികരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? തന്നെ എന്തായാലും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ ഷാഫി പറമ്പിലിന്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസതിക്ക് മുൻപിലാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെല്ലാം ഉള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ AICCക്ക് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ ഒരു ചെറിയ അന്വേഷണം നടത്തിയിരുന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് കേരളത്തിലെ ചില പ്രമുഖരായ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ AICCയോട് ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്താണ് ഇപ്പോൾ ഈ ഒരു തലത്തിലേക്കുള്ള ഒരു നീക്കവുമായിട്ട് ഇപ്പോൾ AICC വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വസ്തുത ഉണ്ടെന്നാണ് ഇപ്പോൾ AICCയുടെ വിലയിരുത്തൽ. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ പരാതികൾ AICCക്ക് ലഭിച്ചതെന്നും KPCCക്ക് ചില പരാതികൾ കത്ത് മുഖേനയും അതല്ലാതെ തന്നെ ചില വ്യക്തികൾ നേരിട്ടുള്ള പരാതികളും അറിയിച്ചിരുന്നു. പക്ഷേ ഈ പരാതികളൊന്നും KPCCയുടെ ഭാഗത്തുനിന്നും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു തിരുത്തലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില നേതാക്കളുമായിട്ട് ഈ വിവരങ്ങൾ പങ്കുവെക്കുകയും അവർ മുഖേനയാണ് AICC ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും AICCയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് വൈകിട്ടോടുകൂടി ആയിരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ ഉയർന്ന സമാനമായ പരാതികളിലും രാഹുലിന്റെ ഭാഗത്തുനിന്നും യാതൊരു വിസ്തീർണം ഉണ്ടായിട്ടില്ല. അത് അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്നും യാതൊരു വിസ്തീർണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് രാഹുലിനെ വീണ്ടും തുടർന്നിക്കാൻ വേണ്ടി അനുവദിക്കുന്നുള്ള ചോദ്യം പല പ്രമുഖരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. സംസ്ഥാനത്തെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ ഇനിയിപ്പോൾ മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇത്തരമൊരു വലിയ ആരോപണം, ഗുരുതരമായ ആരോപണം പുറത്തു വന്നത്. ഈ ആരോപണങ്ങളിൽ എന്തുകൊണ്ട് രാഹുലിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. ആ ഒരു നിർദ്ദേശമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കണം എന്നുള്ള ഒരു കടുത്ത നിർദ്ദേശം എന്ന നിലയിലേക്ക് AICC നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോട് കൂടി രാജി ഉണ്ടാകുന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്നോ യാതൊരു പ്രതികരണവും സംസാരിക്കുന്നില്ല. KC വേണുഗോപാൽ ഒഴിഞ്ഞു മാറുന്നു. KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ മൈൻഡാക്കാതെ പോകുന്നു. അങ്ങനെ അവരുടെ ആ ഒരു ഇതിലുള്ളൊരു പ്രശ്നം ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അവർ കൂട്ടായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അതെല്ലാം അതിൽ നിന്ന് വ്യക്തമാണ്. ഒരു പക്ഷേ ഈ രാജിക്ക് ശേഷം ഒരു വാർത്താ സമ്മേളനത്തിനായിരിക്കുമോ ഇപ്പോൾ ആലോചന നടക്കുന്നത്? തന്നെ അങ്ങനെ മനസ്സിലാക്കുന്നത്. അതായത് എന്തായാലും രാഹുൽ രാജിവെച്ചതിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണത്തിന് വേണ്ടി KPCCയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാമെന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയില്ല. KPCCയുടെ ഭാഗത്തുനിന്ന് മാത്രമായിരിക്കും ഒരു പ്രതികരണം ഉണ്ടാവുക. രാഹുലിനെതിരെ നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളും പാർട്ടി മൗനം പാലിച്ചിരുന്നു. ആ സമയത്ത് തന്നെ പാർട്ടിക്കെതിരെ വലിയ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉയർന്നു വന്നിരുന്നു. ഇന്നലെ യുവനടിയുടെ ഭാഗത്തുനിന്നും ചില ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം കോൺഗ്രസിന്റെ സൈബർ ഹാൻഡുകളൊക്കെ നിശബ്ദ പാലിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് പ്രമുഖമായിട്ടുള്ള സൈബർ ഹാൻഡുകൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ രാഹുലിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ KPCCയുടെ നേതൃത്വത്തിന് കൃത്യമായിട്ട് ഈ വിഷയത്തെപ്പറ്റി ഒരു അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം വേണ്ട എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു. പ്രത്യേകിച്ച് ഈ പരാതികൾ കഴമ്പുണ്ട് എന്നുള്ള കാര്യം എന്തായാലും ഹൈക്കമാൻഡിനെ തന്നെ നേരത്തെ ധരിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു കഠിനമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണമെങ്കിൽ തുടരാം. പക്ഷേ അത് എന്തായാലും കോടതിയിൽ പോയി വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. പക്ഷേ അത്തരം ഒരു നിയമ നടപടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വയം രാജിവെച്ചൊഴിയട്ടെ എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നേതാക്കളൊക്കെ പറയുന്നത്. രാഹുൽ രാജ്യസന്നദ്ധത അറിയിക്കുന്ന മുറയ്ക്കായിരിക്കും നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവുക. അല്ലെങ്കിൽ കുറ്റാരോപിതൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം നേരിടുന്ന ഒരാളെ ഒരു ഇത്രയും
ഒരു പ്രമുഖമായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി എന്നുള്ള സ്ഥാനത്തേക്ക് അദ്ദേഹം തുടരാൻ യോഗ്യനല്ല എന്നുള്ള ചില വസ്തുതകളും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പൊതുവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിപ്പോൾ പാർട്ടി തലത്തിൽ മാത്രമാണ് ചർച്ചയായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കേരളത്തിലെ ചില പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ രാഹുലിനെതിരെ നേരത്തെ തന്നെ ഉണ്ടായതിന് പശ്ചാത്തലത്തിൽ അവരുടെ ഭാഗത്തു നിന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഒരു നടപടി വേണം എന്നുള്ള ആവശ്യം അവർ ഹൈക്കമാൻഡിനെ അറിയിച്ചതും അങ്ങനെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംസ്ഥാന അധ്യക്ഷ പദവി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ധന്യ.